അങ്ങനെ രാവിലെ തന്നെ ഞാൻ ട്രെയിൻ കയറിയേക്കുവാണ് വീട്ടിൽ നിന്ന്. എന്നിട്ട് നേരെ പോകുന്നത് മലപ്പുറത്താണ്, എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത്. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത്രയും ദൂരം യാത്ര ചെയ്യുന്നത് ഒറ്റയ്ക്ക്. അപ്പം അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് കണക്റ്റഡ് ഒരു ട്രെയിൻ എടുത്തത്. അപ്പം തൃശ്ശൂരിൽ ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് കുറ്റിപ്പുറത്തി. അങ്ങനെ ഞാൻ ഫൈനലി 9 hours ട്രാവലിന് ശേഷം എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തെത്തേക്കുവാണ്. അപ്പോൾ ഇതാണ് സ്നേഹ. അങ്ങനെ നമ്മൾ സ്നേഹയുടെ വീട്ടിൽ പോയിട്ട് വൈകുന്നേരം ഒരു വെയിലൊക്കെ താന്ന സമയത്ത് 4-5 ആയപ്പോഴത്തേക്ക് അവിടെ കർമ്മ റോഡിൽ ഇറങ്ങി. മലപ്പുറത്തുള്ളവർക്ക് അറിയാമായിരിക്കും കർമ്മ റോഡ്. അങ്ങനെ ഫുഡ് കഴിക്കാനാണ് മെയിൻലി നമ്മൾ വന്നത്. പക്ഷേ ആ മോമോസിൻ്റെ കട ഓപ്പൺ അല്ലായിരുന്നു. സ്ഥിരം സ്നേഹ പോകുന്ന കടയാണെന്ന് പറഞ്ഞ് കൊണ്ടുവന്നതാണ്. ആദ്യം തന്നെ ഫ്ലോപ്പായിപ്പോയി. പിന്നെ കുറേ നമ്മൾ ഫോട്ടോസ് എടുത്ത് ഇരുന്നതെന്ന് വെച്ചാൽ ഈ ഷോപ്പൊക്കെ തുറക്കാൻ വേണ്ടി 6 മണിയൊക്കെ ആവും. അപ്പോൾ അത്രയും നേരം നമ്മൾ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ചുമ്മാ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരുന്നു. ആ കാണുന്ന ഭാഗം കടലും കായലും കൂടെ ചേരുന്നതാണ്. ഇത് ഭാരതപ്പുഴയാണ്. ഈ പുഴയൊന്നും ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഈ ഏരിയയിൽ ഞാൻ വന്നിട്ടില്ല. അപ്പം ആ ബോട്ടിംഗ് ഒക്കെ കുറേ പേര് നിൽപ്പുണ്ട് ഇങ്ങനെ വിളിച്ച് കയറ്റാനൊക്കെ. നമ്മളെയൊക്കെ കയറ്റാൻ ശ്രമിച്ചു, പക്ഷേ നമുക്ക് പേടിയായതുകൊണ്ട് കയറിയില്ല. പിന്നെ ആരും ഇല്ലായിരുന്നു കൂട്ടിന്. ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കയറാമായിരുന്നു. അങ്ങനെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് കുറേ കടകളൊക്കെ തുറന്നു. അങ്ങനെ നമ്മൾ മോമോസ് കഴിക്കാൻ പോയി. നമുക്ക് രണ്ടുപേർക്കും മോമോസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. മോമോസ് തന്നെ ഓർഡർ ചെയ്ത്. പിന്നെ ഒരു ബോബ ഡ്രിങ്കും കൂടെ ഓർഡർ ചെയ്തായിരുന്നു. നട്ടി ഫ്രൂട്ടി എന്ന് പറഞ്ഞിട്ട്. അതിനുവേണ്ടി ഇതുപോലത്തെ ഒരു ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു. കുറേ കടകളുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് ഇവിടെ ആക്റ്റീവ് ആവുന്നത് ഒരു രാത്രി സമയമാണ്. ടിൽ 12 ഒക്കെ ഈ ഫുഡ് കോർട്ട്സൊക്കെ ആക്റ്റീവ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. കുറേ ആൾക്കാരെയും കാണാം. ഇപ്പോഴേ നല്ല തിരക്കായിരുന്നു. അങ്ങനെ ഫൈനലി നമ്മുടെ വെയിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഫുഡ് വന്നിട്ടുണ്ട്. അപ്പം ചിക്കൻ സ്റ്റീംഡ് മോമോസും ഇത് നട്ടി ഫ്രൂട്ടി ഞാൻ നേരത്തെ പറഞ്ഞ ഡ്രിങ്കാണ്. പക്ഷേ ആ ഡ്രിങ്കിന് എന്തോ വലിയ കുഴപ്പം ഉണ്ടായിരുന്നു. ലാസ്റ്റ് എന്തോ ഒരു വേറെ ഏതോ ഫ്ലേവറൊക്കെ കിട്ടി. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആദ്യം ഈ ഡ്രിങ്ക് കണ്ടപ്പോഴേ നമ്മൾ വിചാരിച്ച് നമ്മളെന്തോ ബ്ലൂബെറി ബോബയാണോ പറഞ്ഞതെന്ന്. ആ വിഷമം നികത്താൻ വേണ്ടി നമ്മൾ വേറൊരു കടയിൽ കയറാമെന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. പക്ഷെ സമയമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വേറെ ഓട്ടോ പിടിച്ച് കയറി. പക്ഷെ നടന്ന സമയത്ത് ഈ കടയൊന്നും ആക്റ്റീവ് അല്ലായിരുന്നു. ഒരു 6:30 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ആക്റ്റീവായി തുടങ്ങി. അപ്പം മലപ്പുറത്ത് വരുന്നവരുണ്ടെങ്കിൽ കർമ്മ റോഡിൽ പോകാൻ മറക്കില്ല. 6:30 കഴിഞ്ഞ് വരിക. എല്ലാ ഫുഡും കഴിക്കാൻ പറ്റും. അപ്പം നമ്മൾ രാത്രിയായി ഒരു DJ